Hi everyone. So today we have Alinchas Pereira with us. Hi, welcome to Manchester Media. Hi, madam. Hi. So I just want to ask you something. So are you really a Saroj Kumar in real life? I am not a fool, but I am attitude towards Saraj Kumar style. Why? I am a big fan of Saraj Kumar in Udayanaradharam film. So is it only because of that? Or is it because he's an artist? The Srinivasan, the actor in that film, is very well talented performance, but recently Srinivasan performance is very difficult. So I just want to know about something. So recently you have visited Amma Sangamam, that program. So how was your experience at that stage? My experience is very difficult in some situations. I will get a tag for Amma tag. I will get the tag. I will to entry to in front of the hall. But in the step side, I will entry. Some bouncers will attack. Push attack with me. Okay. അപ്പോ ബൗൺസേഴ്സ് എന്നെ കുറിച്ച് കേറാൻ പാടുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോ ആ സമയത്ത് നമുക്ക് കുറച്ച് വിഷമം ഉണ്ടായി. പിന്നീട് ബൗൺസർ മാന്യമായിട്ട് പറഞ്ഞു തന്നു. കാരണം നമുക്ക് ഇലക്ട്രിക് വരും, അപ്പൊ അവർക്ക് ചിലപ്പോ അത് ഓക്കെ ആവില്ല, താങ്കൾ വന്നു കഴിഞ്ഞാൽ അത് വിഷയമാവും അവിടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കത് ഭയങ്കരമായിട്ട് സാഡായിട്ട് വന്നു. But I heard that the music director Stephen Davis have addressed you as Alinchi in front of these people. So is it a big achievement for you? Yes, definitely. Because the Lalaton and Mamuka Dilipatan stage performance, personally, the Stephen Davis is best playback singer and music in the stage performance. Award night. A big best talented person only must be they attend. But I will go the machine wedding with media presence, and I will stand in front of the Stephen Davis sir, and I will go to sir will call me. Stephen sir will call me. Then I will go, and then I will use small steps. I will do. Yeah. So you have. I will one talk to Amma. One thing I will tell. Amma program. I will go. Some precious moments are there in there because Larata Mamuka I will see with a 10-meter distance. It's very good things. I will watch with the 10-meter distance. Then Suresh Gopi sir I will meet with the 1-meter distance. I will shake hand with you. Very good looking to me. സുരേഷ് ഗോപി സാർ എന്നെ കണ്ടപ്പോൾ നല്ല രീതിയിലുള്ള ചെറിയൊരു പുഞ്ചിരി ചിരിച്ചു. കാരണം അവരെപ്പോഴും ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ഒരു കോമാളി ആയിട്ടുള്ള ആൾക്കാർ കാണുന്നു. മനസ്സിലായോ? അവരുടെ കാരണം ജയസൂര്യ ആണെങ്കിലും എന്നെ കണ്ടപ്പോൾ നല്ല രീതിയിൽ നമ്മളെ രീതിയിൽ മനസ്സിലായോ? കൂടുതൽ വർത്താനത്തിലേക്കല്ല നമ്മള് പോകില്ല. പിന്നെ ചാക്കോച്ചാണെങ്കിലും അറിയാം ആ രീതിയിൽ കണ്ട് കൈ കൊടുത്തിരുന്നു. കാരണം കൈ കൊടുത്തിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. യദുകൃഷ്ണനൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഹരീഷ് കണാരൊന്നും വലിയൊരു ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നില്ല. കാരണം ഹരീഷ് കണാർ അവിടെ കൊടുത്തു. പക്ഷെ എല്ലാ ആൾക്കാരും ഒരേപോലെ അല്ലല്ലോ. അപ്പൊ വേറെ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ബിബിൻ ജോർജ് ചേട്ടൻ. ബിബിൻ ജോർജ് ചേട്ടനെ കണ്ടപ്പോ നല്ല രീതിയിൽ നമ്മളെ സ്വീകരിച്ചു. കാരണം നീ ചെറുപ്പത്തിൽ തന്നെ കഷ്ടപ്പെട്ട് സിനിമയ്ക്ക് വേണ്ടി കയറാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടത് ഞാൻ അറിഞ്ഞത്. നിന്റെ ഓരോ വിജയത്തിനും പരാജയത്തിനും ഞാൻ നോക്കി കാണുന്നുണ്ട്. അപ്പോ സപ്പോർട്ട് ഉണ്ടാവുന്ന രീതിയിൽ പറഞ്ഞത് അതൊക്കെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയാം. കാരണം മക്ബറ ഒരു പടം റൈറ്റ് ചെയ്തു. പിന്നെ ബോംബെ എന്ന സിനിമ നായകനായി. പിന്നെ ഒരു മകൻകളി. പിന്നെന്താണ് ഈ അടുത്ത് ബാഡ് ബോയ്സിലൊക്കെ നല്ല വേഷം ചെയ്തു. അങ്ങനത്തെ ഒരു വ്യക്തി ബിപിൻ ജോർജ് നമ്മളെ കാണുമ്പോൾ അടുത്ത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രശസ്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ഫോൺ വിളിച്ച് ഞാൻ എടുക്കുമ്പോൾ അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം ഈ നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, മമ്മൂക്കാലാലുണ്ട്, ദിലീപേട്ടൻ. അപ്പൊ ദിലീപേട്ടന്റെ കൂടെയൊക്കെ അഭിനയിച്ച വ്യക്തിയാണ് ബിപിൻ ജോർജ്. ചില്ലറക്കാരനല്ല. കാരണം പുള്ളിയായിട്ട് പരിചയമുണ്ടെന്ന് പറയുമ്പോൾ ചിലർക്ക് കുറിച്ചൊന്നും തോന്നും.
പക്ഷെ ചിലർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം പുള്ളിക്ക് എന്തോ കാലിലെന്തോ ഒരു പെയിൻ ഉണ്ട്. അത് അങ്ങനെയൊക്കെ അല്ല, അത് പെയിൻ ഉണ്ടെങ്കിൽ പോലും പുള്ളി അഭിനയിക്കുന്നുണ്ട്. പക്ഷെ വെൽക്കം ടു സെൻട്രൽ ജയിലില് പുള്ളി അഭിനയിച്ചിരുന്നു ജോർജ്. പിന്നെ കട്ടപ്പന റോഷനിൽ അഭിനയിച്ചിരുന്നു. പിന്നെ ഷൈലോക്കിൽ അഭിനയിച്ചിരുന്നു മമ്മൂക്കാന്റെ ഒപ്പം. പിന്നെ ലാലേട്ടനൊപ്പം ഏതൊരു മൂവിയിൽ ചെയ്തെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി നമ്മളെ കാണുമ്പോൾ പുള്ളിക്കും എന്നെ അകത്തേക്ക് വിളിക്കണമെന്നും ആൾക്കാർ നടന്മാരെ കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് ഇല്ലല്ലോ. മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റും. പക്ഷെ അവിടെ മെമ്പർഷിപ്പ് ഇല്ലാത്ത മെമ്പർ ഒന്നും അല്ലാത്ത ആൾക്കാർക്ക് ബിക്കോസ് ഐ വിൽ ഡു. നമ്മള് ഒരു 1 ഇയറിനുള്ളിൽ എന്തായാലും 3-4 മൂവി ചെയ്യുന്നുണ്ട്. കാരണം 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഡയലോഗ് പറഞ്ഞാൽ മാത്രമേ അമ്മ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ 3-4 മിനിറ്റ് ഒക്കെ ഡയലോഗ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വരുന്ന സിനിമകളൊക്കെ സർവീസിലേക്ക് ഉണ്ട്. അപ്പോ ഇനി സിനിമകള് കംപ്ലീറ്റ്ലി നമ്മള് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ ചിലപ്പോൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കാം. No association. I will just the director before the review time, the film coordinator will be called me to acting films. But this time today, this 2023-24 year, the directors and the writers will be called me to act the films. In Bad Boys, Omar Lulu sir will contact me to act in Bad Boys. No society and controllers not call me. I will not contact the associations. Like, is there any group other than Amma? I will know all associates. FEFA associates, I will know. Are you the part of any of this group? I am not the part of any one association, but they are sometimes friends. But after some years, certainly they are get me a member of the all unions. So some people, like many people are recognizing you. Then why some people are attacking you? Film is a magical world. സ്വപ്നലോകം എന്ന് പറയാം. അപ്പോ അതില് ഒരുപാട് പേർക്ക് എന്താ പറയാ, ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു മകനോട് ഇഷ്ടം തോന്നും എന്ന് പറഞ്ഞ് ഒരു നാട്ടിൻ പുറത്തെ അല്ലെങ്കിൽ വീടിന് പുറത്തെ നാട്ടുകാർക്ക് ഒരു വ്യക്തിയെ അത് ഉൾക്കൊള്ളണമെന്നില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം രക്തബന്ധത്തിലോ ഉള്ള അമ്മക്കും അച്ഛനും ഫാമിലി ഉണ്ടാവും. അപ്പൊ അവർക്ക് നമ്മളെ വലിയൊരു കാര്യമല്ല. എന്നെ കാണുമ്പോഴേ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ബഹുമാനിച്ചാൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടും എന്ന് പറയാം. അപ്പൊ നമ്മൾ അങ്ങോട്ട് ബഹുമാനിക്കാറുണ്ട്, പക്ഷെ തിരിച്ചു കിട്ടുന്നത് എന്താ പറയാ, തേങ്ങാപ്പുണ്ണാക്കെന്ന് പറയാം. മനസ്സിലായോ? അങ്ങനെ രീതിയിലാണ് ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത്. കാരണം നമ്മള് മോശം കണ്ണിലോ മോശം രീതിയിൽ പെരുമാറിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ നമ്മളെ ഫിലിം കരിയർ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പല ബന്ധുക്കൾക്കും അത് നമ്മള് കണ്ടില്ല കേട്ടില്ല എന്ന് നിറയ്ക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഐ വിൽ ഡിസൈഡ്, ഐ വിൽ ഓൺ മൈ പാഷൻ. ഞാൻ ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു. അത് എന്റെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതില് പൊരുത്തക്കെട്ടുണ്ടാവുന്നത് നമുക്ക് അവിടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആദ്യം പ്രണയിച്ച പെൺകുട്ടി മേഹ എസ് നായർ. ആ പെൺകുട്ടിക്ക് ദിലീപേട്ടനെ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ദിലീപേട്ടന്റെ സിനിമകൾ കാണേണ്ടതില്ല. മനസ്സിലായോ? So there was a rumor that you have a girlfriend now. So is it true? I have so many girlfriends there. They are proposing me, but is genuine and confirmed is I will not know. After 4 months, I will decide to get married in intercaste marriage. I am a Christianity man. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പക്ഷേ എന്തോ കാരണം കൊണ്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ക്രിഞ്ചടിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ. ആരെയും കളിയാക്കി പറയണതല്ല. കാരണം പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും പണ്ട് ഒരുപാട്, ഞാൻ എന്റെ പ്രായം അറിയാലോ, 23 വയസ്സ്. അപ്പോ അതിനേക്കാളും കൂടുതൽ പ്രായമുള്ള ആൾക്കാരെ നമ്മൾ പണ്ട് സംസാരിക്കുമായിരുന്നു. അവരൊക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയത് കൊണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടായി പോയി. പക്ഷെ എന്നും അവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചേച്ചി കൾച്ചറിലേ കണ്ടുള്ളൂ. പക്ഷെ
ഇപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് അങ്ങനെ നമ്മോട് അടുപ്പം കാണിക്കാൻ ആരുമില്ലെന്ന് ഒരു എന്താ പറയുക സങ്കടമുണ്ട്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മുടെ പ്രായത്തിലുള്ള ആൺപിള്ളേർ നമ്മൾ മിണ്ടറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ പ്രായത്തിലുള്ള ഗേൾസ് നമ്മളോട് അവോർഡിനെസ് കാണിക്കുന്നു. അത് റിവ്യൂ ചെയ്തതിന് മുന്നും റിവ്യൂവിന് ശേഷവും അങ്ങനെ തന്നെയാണ്. റിവ്യൂ ചെയ്യുന്നതിന് മുന്നും 1-2-30 വയസ്സിന് മുകളിലുള്ള ചേച്ചിമാരെ നമ്മളോട് നല്ല രീതിയിൽ സ്നേഹത്തോടെ സംസാരിക്കാറുണ്ട് പലരും. ഇപ്പൊ റിവ്യൂല് വന്ന ശേഷം 2023 തുടക്കത്തിലൊക്കെ സംസാരിച്ചു. പിന്നീട് അവർക്ക് ഭയങ്കര രീതിയിൽ എന്നെ കാണുമ്പോൾ കാക്കി സൂപ്പാർക്ക് തോന്നാറുണ്ട്. Is it because of your fame, or is it because of your being overacting and overreacting to certain things? അത് അതിനെപ്പറ്റി ഞാൻ പറയട്ടെ. ഇപ്പൊ ഓവർ റിയാക്ഷനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ പണ്ട് ദിലീപേട്ടനും ശ്രീനിവാസനും മോഹൻലാലൊക്കെ ചെയ്ത സിനിമകളിൽ എന്താ പറയാ, ദിലീപേട്ടന്റെ പറക്കും കളിക, മൈ ബോസ്, മിസ്റ്റർ മരുവൻ, അതൊക്കെ എന്തോ മണത്തിലാണ്. മനസ്സിലായോ? ഇപ്പോഴൊക്കെ അല്ലേ സിനിമയിൽ ഒരിക്കലും ദിലീപ് സിനിമയിൽ കൺട്രോൾ ഇല്ല. ദിലീപിന് അതിന് ബട്ട് സിനിമ ഈസ് എ 2.5 hours in theater അല്ലെങ്കിൽ TV screen. But I will do in reels or videos in mobile screen. But you are doing in public. That's what I asked. ഞാൻ ഒരിക്കലും പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാറുണ്ടെന്ന് വെച്ചാൽ തിയേറ്ററിലെ കോമ്പൗണ്ടിൽ കാണിച്ചു. പക്ഷെ പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കുന്നത് സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ അത് പബ്ലിക് കാണുന്നുണ്ടാവും. അപ്പോഴൊന്നും യാതൊരു കുഴപ്പമില്ല. ഈ നമ്മൾ ഷൂട്ട് ചെയ്ത് കണ്ടത് ഐ വിൽ playing in the dance performance in the stage. It is shooting in online media. Online media that content will be shooting, and this uploading in social media. Almost 3.5 crore people will watch, and 1 million people were encouraging, and they are supporting and disupporting sometimes. കാരണം നമ്മളെ നല്ല രീതിയിൽ കാണുന്ന പ്രേക്ഷകരുമുണ്ട്, നമ്മളെ മോശങ്ങളിൽ കാണുന്ന പ്രേക്ഷകരുമുണ്ട്. കാരണം ഒരു സിനിമ ഇഷ്ടപ്പെടാത്ത, സിനിമ തിയേറ്ററിൽ പോയി കാണാത്തതും TV-യിൽ വരുമ്പോൾ പോലെ സിനിമ കാണാത്ത ആൾക്കാരുണ്ട്, സിനിമയെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. സിനിമയെ എന്തിനു കാണണം അല്ലെങ്കിൽ സീരിയൽ എന്തിനു കാണണം ചിന്തിക്കുന്ന കുറെ പേരുണ്ട്. എനിക്കറിയാൻ പലരും പേരറിയില്ല. പക്ഷെ നമ്മളെ വീഡിയോസ് കാണുന്ന പലരും നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു രോമം വിതർപ്പിക്കുന്ന വരും, അതുപോലെ തോന്നാറുണ്ട്. പക്ഷെ നമ്മളെ കാണുമ്പോൾ ചിലർക്ക് ദേഷ്യം വരിക, ചില സമയത്ത് റാഗിങ് അനുഭവപ്പെടാറുണ്ട്. ഇപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ I will react. No, I mean, just people attack you because of these videos and all. ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും ഞാനിപ്പോ. My question, I asked you if there is any incident where people attacked you because of these videos. Not that the videos is ladies issues will be certainly no. Ria issues, transgender. So people have been attacking you. Sometimes public person, public place and public bus service. Yeah, I will travel. Then I will facing these types of unnormal personality to focus me. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണുന്ന ആൾക്കാർ നമ്മളെ മെക്കിട്ട് വെറുതെ കയറാൻ നോക്കും. കാരണം ഇപ്പോ ഒരുപാട് പേര് സെൽഫി എടുക്കാറുണ്ട്, ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങാറുണ്ട്. പക്ഷെ ചില ആൾക്കാര് ഇങ്ങനെ എടുത്തിട്ട് തെറി പറഞ്ഞു പോകും, പച്ചക്ക് തെറി വിളിച്ചിട്ട് പോകും സെൽഫി എടുത്തിട്ട്. അത് മോശം എന്ന് പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്താ പറയാ, മൗത്ത് നോക്കി പറയാൻ പറയും. സെൽഫി എടുത്തിട്ട് പറയുന്നത് അതൊരു കളിയാക്കി പോകും. കാരണം സെൽഫി എടുക്കുന്നത് നല്ലതാ, പക്ഷെ ഇങ്ങനെ സെൽഫി എടുത്തിട്ട് തെറി പറയുന്നത് സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിക്കുന്നില്ല. കാരണം ഈ എന്നെയും നടന്മാരെയും ഒരു ക്യാഷിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും പക്ഷെ ഈ നടന്മാരെ സെൽഫി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ദിവസം മമ്മൂക്ക ഒരാളെ സെൽഫി എടുത്തു, മമ്മൂക്കാനെ. അത് കണ്ടപ്പോൾ എനിക്ക് ഞാനും മമ്മൂക്കയും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലെന്ന് മനസ്സിലായി. വലിയ വ്യത്യാസമല്ല, പുള്ളി ഒരു മഹാനടൻ തന്നെയാണ്. പക്ഷെ മമ്മൂക്ക ഇങ്ങനെ സെൽഫി എടുത്തത് ഒരു ചിരി സ്ലാപ്പ് എണ്ണ. അപ്പൊ ആൾക്കാരെ എങ്ങനെയാണ് ഒരു വ്യക്തിനെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മമ്മൂക്കയായാലും അലിൻ ജോസ് പെരേരയാണ് ആയാലും കാണുന്നത് ആൾക്കാർക്ക് മമ്മൂക്ക ലാലേട്ടനൊക്കെ
കോടിക്കണക്കിന് രൂപ ഒരു സിനിമയ്ക്ക് മേടിക്കുന്നുണ്ട്. പക്ഷെ ഇവര് സിനിമയിൽ കാണിക്കുന്ന ഒരു അഭിനയം ഉണ്ടല്ലോ, ചിലർക്ക് അത് ക്രിഞ്ചടിപ്പിക്കുന്നുണ്ട്. ഫാൻസ് അസോസിയേഷനൊക്കെ നമുക്ക് ലാലട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു പെൺകുട്ടിയുടെ അത് വിവാദമാകുമെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫോട്ടോ എടുത്തപ്പോ ഭയങ്കര ചിരി. അപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം സന്തോഷ് വർക്കിനെ എന്നെ കാണുമ്പോൾ ഭയങ്കര ചിരിക്കാറുണ്ട് ആൾക്കാർ, കളിയാക്കി ചിരിക്കുമെന്ന് പറയും. അപ്പൊ അതേപോലെ മമ്മൂക്കനെ കാണുമ്പോ അതിന് ചിരിക്കും. അപ്പോ ആൾക്കാർക്ക് ഒരു മനോഭാവം മനസ്സിലാകുന്നുണ്ട്. മലയാളീസ് മണ്ടന്മാരെന്നെ പറയുള്ളൂ. കാരണം സന്തോഷ് വർക്കിന്റെ വീഡിയോ ഇത്രയ്ക്ക് ട്രെൻഡിങ്ങിൽ കയറാൻ കാരണം ഈ മലയാളീസാണ്. ബിക്കോസ് ഓഫ് ദെയർ കമന്റ്സ് ആൻഡ് ചിന്താഗതി. കമന്റില് ചെയ്യുന്ന ആൾക്കാര് വെറും ചളിതാന്ന് പോലെ പറയാം. ഒരു പണിക്ക് പോകാത്ത ആൾക്കാരായിരിക്കും വന്ന് കമന്റ് അടിക്കുന്നു. ആ കമന്റ് കാരണം ഞാൻ ഇപ്പടി വന്ന് ഒരിക്കലും കയറാം. That is not a good for me. But that makes you fame, no? That make me all Indian fame, but that is very. Any of these people having reacted to your videos, you won't be sitting here, no? Sorry, not here. So what I asked is, if like these people are commenting you against you, that's make you feel, no? Yes, certainly. This is very true. Yes, you tell me the right answer. I will tell in Malayalam. കാരണം കമന്റ് ചെയ്യുന്ന ആൾക്കാർ നെഗറ്റീവ് എഴുതുന്നത് കൊണ്ടാണ് നമ്മള് ഫെയിം മാത്രമല്ല, ഇപ്പോ ഒരു ദിവസം 4000 മുതൽ 6000 വരെ ഏൺ ചെയ്യുന്നുണ്ട്. ഓരോ ബർത്ത്ഡേ വെഡിങ് വിഷ് ചെയ്യുമ്പോൾ എപ്പോഴും I getting lot of promotion works and cinema shooting purpose. I will always doing activities in world wide pan Indian രീതിയിലൊക്കെ ആവുന്നുണ്ട്. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ആവുന്നു. നമ്മള് in a way these negative comments have benefited, right? The negative comments is not benefited to marriage decision. Marriage is a big decision. Marriage groom or bride, പെൺകുട്ടി എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് ഇതൊക്കെ നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്തും പറഞ്ഞിട്ടുണ്ട് ഒരാള്. പക്ഷെ ഇനി ഈ കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ഈ ഓൺലൈൻ ഇന്റർവ്യൂ സ്ഥിരം ചെയ്യാനൊന്നും താല്പര്യമില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും എന്തായാലും. So like how's your dream, what's your perspective like? അതിനെ പറ്റി ഒരു ചെറിയ പാട്ടോ. ഞാൻ കെട്ടുന്ന പെണ്ണ് വെളുത്തിരിക്കണം, വെളുത്തിരുന്നാലും സ്വഭാവം നല്ലതാകണം. എന്റെ ഫെയിം കൊണ്ട് ഫെയിം ആഗ്രഹിച്ച് മാത്രം ഇഷ്ടപ്പെടുന്നത് ഒരു ജീവിതം അലഞ്ചോസ്കൊപ്പം ജീവിക്കാൻ താല്പര്യപ്പെടുന്ന പെൺകുട്ടികൾ ഡോക്ടറോ എഞ്ചിനീയറോ പൈലറ്റോ നേഴ്സോ ടീച്ചറോ സിനിമ താരമോ എങ്ങും ആകാം. പക്ഷെ സ്വഭാവം നന്നായാൽ ജീവിക്കാമോ? എന്റെ കൂടെ ജീവിച്ച ഒരു ഗ്യാരണ്ടി ഉണ്ട്, പാമ്പ് കടിയേറ്റ് മരിക്കില്ല, ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിക്കില്ല, അയൺ ബോക്സ് ചൂടാക്കി മുതുകത്ത് വെച്ച് മരിക്കില്ല, മരണഭയം ഉണ്ടാകുമെന്ന് കരുതി എന്റെ അടുത്ത് കല്യാണം കഴിച്ചാൽ സുഖമായിട്ട് പാട്ട് പാടി ഡാൻസ് കളിച്ച് ജീവിത മര്യാദക്ക് റിയലായിട്ടും ജീവിച്ച് മുന്നോട്ട് പോകാം. AJP എന്നാൽ എപ്പോഴും കോമഡി അല്ല, ആവശ്യം നേരത്തെ പൊട്ടിത്തെറിക്കാനും രണ്ട് മുണ്ട് മടക്കി കുത്തി രണ്ട് തെറി പറയാനും അറിയുന്ന ഒരാളാണ്. So are you a racist? Are you a racist? പറഞ്ഞു കൊടുത്തത് ഇംഗ്ലീഷ് പറഞ്ഞു. നീ സാധനം പോട്ടെ. Are you a racist? ചെറുക്കിന് കാലത്ത് പറഞ്ഞു. I don't know. So racist means you said you want vote.
white color, white skin girl. So are you? Almost peoples are liking good looking personalities and good looking face as are they are looking, but some people don't tell, but I am the real man, public hero. And Santosh Varghese is always telling these types of things, but color is one thing. Because of my But uncle. we don't judge people by color. No? One example I tell. My uncle is a uncle name was not I reveal, but his color is this type of color. Huh? My uncle certainly uncle ash because he married. My uncle is a black beauty man, and he married a pure film actress look girl. But I excited what he do. മനസ്സിലായോ? ഇത് പറയാം. പിന്നെ ഒരു ഇരുന്നറുള്ള ഒരു ചെറുക്കനായിരുന്നു എന്റെ അങ്കിൾ പണ്ട്. ആ വ്യക്തി വെള്ളം കഴിച്ചപ്പോൾ വെളുത്തവണിനെ കിട്ടി. അപ്പോ ഞാൻ ചോദിച്ചിരുന്നു താങ്കൾക്ക് കറുത്തവണ്ണെ കിട്ടിക്കൂടും? That's not a fair thing. പറ്റില്ല. എന്ന് പറഞ്ഞാ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ. കാരണം അങ്ങനെ കിട്ടിയിട്ട് മുമ്പത്ത് കുറെ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും പറഞ്ഞാൽ നിൽക്കത്തില്ല. അപ്പോ അതിനെപ്പറ്റി പറയാനല്ലോ നമുക്ക്. അപ്പോ നമ്മളെ കാഴ്ചപ്പാടില് You are a white skin girl. ഞാൻ അതിനെ എന്താ പറയാ കറുത്തവര് നല്ലതല്ല വെളുത്തവര് നല്ലതാണെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ നിൽക്കുന്ന സൊസൈറ്റി, ഞാൻ നിൽക്കുന്ന ഫിലിം കരിയർ, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ഒരു മാജിക്കൽ വേൾഡില് നിൽക്കുമ്പോൾ സിനിമ നടനെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ച കാര്യമില്ലല്ലോ. അതും കാര്യമില്ല. മാത്രമല്ല ഇപ്പോ ലോകത്ത് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ലുക്കിൽ മാത്രമല്ല മനസ്സിൽ വേണം സൗന്ദര്യം, അത് വേറെ കാര്യം. പക്ഷെ വെളുത്താലും കറുത്താലും മനസ്സിൽ സൗന്ദര്യം വേണം, അത് വേറെ കാര്യം. പക്ഷെ നമുക്കൊരു അലിൻജോസ് പറയുന്ന വ്യക്തി കല്യാണം കഴിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പോരായ്മയും പാടില്ല എന്നൊരു നിഗമനമുണ്ട്. So you want a girl who is same as you, like who is famous as you, or just a girl in famous? എന്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഫേമസ് ആവുമല്ലോ. ബിക്കോസ് ഓഫ് You don't want her to be already AJP's wife. അലിൻ ജോസ് പെരയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ 10 ആളെ തിരിച്ചറിയും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മളോട് കെട്ടിക്കെല്ലാം കഴിക്കും. പക്ഷെ അത് ഫെയിം എപ്പോഴും നിലനിൽക്കില്ല. പക്ഷെ എന്നാലും ജീവിതം ഒന്നേ ഉള്ളൂ. നമുക്ക് ഞാൻ ഒരു ബിസിനസ് കൾച്ചറിലേക്കൊക്കെ മാറാൻ പോവുകയാണ് അടുത്ത വർഷം മുതൽ. So is that the ഒരു reason? ബേക്കറി, ടെക്സ്റ്റൈല്, ഹോട്ടൽ അങ്ങനെ. Is that the reason to change your getup? I don't know. I mean, is that the like you said you're going to be a businessman? So കത്തി പതിനാറില്ല. I asked, businessman ആവാൻ പോവാണല്ലോ. So അതുകൊണ്ടാണ് ഈ getup എന്ന് ചോദിച്ചത്. ഗെറ്റപ്പ് ആർക്കാ ഇഷ്ടമല്ലാത്തത്? കാരണം കഴിഞ്ഞ ദിവസം സന്തോഷ് വർക്കി ഒരു ഇന്റർവ്യൂല് ഗെറ്റപ്പോൾ തന്നെ എനിക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് നമുക്ക് ഓരോരോ മാറ്റം വേണമല്ലോ. പെട്ടെന്ന് ഇന്നലെ ചിന്തിച്ചപ്പോഴാണ് കുറച്ച് ക്യാഷ് കയ്യിൽ വന്നു. അപ്പോൾ ഒരു കോട്ട് വന്നു. So it's your own. No, this one day rent ഒരു 600 above price. Last to be fair, please. So why you change your getup? I also doing my get up to public. സിനിമ നടന്മാർക്ക് മാത്രം കൊമ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. കാരണം സിനിമ നടന്മാരെ കൂട്ടുമ്പോൾ ഒക്കെ അലിൻ ജോസ് പെരേരയും സന്തോഷ് വർക്കിയും കൂട്ടിടുമ്പോൾ കോമാളി. So are you being public conscious now? What? I mean, yeah, public conscious ആയി തുടങ്ങിയെന്ന് ചോദിച്ചത്. പബ്ലിക് കോൺഷ്യസ് ആവുമല്ലോ. എല്ലാരും ഓരോ സ്ഥലത്തിൽ ചിലരൊക്കെ കോമാളി പറയുമ്പോൾ ഈ നടന്മാരുടെയൊക്കെ പ്രീവിയസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവരെത്ര നല്ലോണം എല്ലാവരും പേരെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഒരുപാട് കേസിൽ പലരും ഇപ്പൊ പേര് പറയുന്നില്ല. ചിലരൊക്കെ സത്യം ഉണ്ടാവും. ഹേമ കമ്മിറ്റി വന്നപ്പോഴല്ലേ നമ്മുടെ കേസ് എടുത്തിട്ട്. കാരണം അതൊക്കെ ഒരു തണ്ടിത്തരവിട്ട് കാണിച്ചു. അതല്ലേ
ലോകത്തിലെ ആൾക്കാരൊക്കെ പെണ്ണുടി എന്ന രീതിയിലൊക്കെ ആൾക്കാരെ ഇതിട്ടു. കാരണം കുട്ടനടി വീരൻ പ്രത്യേക പക്കത്തെടുത്ത്. So you are continuously being framed. So what's your Continuously being framed. frame? Frame. Frame. I mean, Publicity. no. ഞാൻ ചോദിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇപ്പൊ ഹേമകമ്മിറ്റി ഇഷ്യൂസ് പറഞ്ഞു, പിന്നെ വേറെ ഇതിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടല്ലോ, അതാണ് കണ്ടിന്യൂസ്ലി ബീങ് ഫ്രെയിംഡ് എന്ന് ചോദിച്ചത്. Yes. So recently there was a video of yours, this one. So do you want to talk about it? This very cruelty, because this lip lock sequence is Is it AI? it is not real. It's not real. It is fake creating. Is it created by AI? It's not all video. It's morphing Like video. recently there is people are releasing many videos made by AI. So what's your opinion about that? AI is not very. It's very cruel. I am Santosh. Alijos Pereira Santosh Varki is a very decent person to these types of things. I will hug Santosh Varki, but his friendly approach. Not a gay. I am not a gay. So these videos made up video. Yes, of course, it's very made up of videos. So what do you want to tell to these people who These people just asked me and put in jail. Okay. Recently, have you watched Vicky Cat's reaction video? Yes, I will watch. So what's your opinion about it? It's very cruel. But Avaradam is tell to me name. This reactional video is very, very cruelty. Do you think these people are what intentionally? People were criticizing me. Santosh Varki and Alijos Pereira is a business material to use in public platforms, to use content material. This very, very content material to give me money. This give me money for the content materials. The very controversial material is not good. So you said your people are using you as content material. Content material. Yeah. Content material. Content material. Yeah. Okay, that's what I meant. Okay. So are you enjoying it or you just want to stop it? I am not enjoying this kind of videos. It's very cruel. But I will enjoy all types of videos. But it is very payback protective in one video. So you are not enjoying it. You just don't want people. I just see only. I will see and I will say to media platform to it's a reply through. So Vicky Tek is very, very funny and he is mentally very personal. Public place even on the river. Public place on the river. നേരിട്ട് അറിവാണ് ക്യാമറക്ക് മുന്നിൽ ഒരാളെ അറിവാണ്. so are you Yeah, saying because you are because I will go to public transport. I will stand in front of the bus stop place. So many school cuties, small cuties. School children were sometimes laughing and clapping. പിന്നെന്താ പൂവുക അതൊക്കെ കാണുമ്പോ പച്ചക്കും തെറിവരാണ്. പൂട്ടിയും ആൺകുട്ടിയും വിളിക്കുന്നത് എന്റെ ഒരു you're calling bad words towards kids. kids That's abuse. that I will know what she are doing. You shouldn't do that.
they are kids. They are under കിഡ്സ് 18. ഐ എം നോട്ട് കിഡ്സ്. എനിക്ക് എന്റെ സ്വന്തം കൊച്ചാണെങ്കിൽ പോലും ഞാൻ അടിക്കേണ്ട വ്യക്തികളാണെങ്കിൽ കാരണം നോക്കി തന്നെ അടിക്കണം. But you can't do that. That's an abuse. കേസ് വന്നാലും നമ്മൾ നോക്കിയാൽ പോരെ. കേസിൽ പഠിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. It's really a കുട്ടികളാണെങ്കിലും വഴിയെടുത്ത് അടിക്കുന്ന സമയത്ത് വഴിയെടുത്ത് അടിക്കണം. കാരണം കുട്ടികളും വഴിതെറ്റുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 15 വയസ്സുകാരാണ് ഒരു കത്തിയെടുത്ത് കുത്തിയത്. That's okay. That's the rarest of rarest thing. But you can't attack. The rare things, but sometimes they are also criminals. No, every child is not. Every child not criminals, but kuch childs. In because of telling an example is Durguna Parihara Palasara. So many children are there. That doesn't make. Not a but. No, everyone is Malayalis. So other language people is in jail. Durguna That doesn't Parihara. make every child a criminal. You can't attack every child. Because of the Durguna Parihara things is people mindset and family background is very, very difficult. That doesn't. What you said doesn't make sense. You can't attack a child. That's against that. Okay, so you have said you are going to start a business. So is it like how you're looking for the money and your capital for that? Is it? I mean, എങ്ങനെയാണ് ബിസിനസ്സിനുള്ള പൈസ? ബിസിനസ് തന്നെ പൈസയൊക്കെ എത്ര കോടി വേണമെങ്കിലും ബാങ്കിൽ നടത്താൻ തയ്യാറാണ്. കാരണം എക്സാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്വയം തൊഴിലിനും ബിസിനസ് പൈസ കണ്ടെത്തണമെങ്കിൽ ലോൺ ഒരുപാട് അവൈലബിൾ ആണ്. ആധാരം വെച്ചുള്ള ആധാരമില്ലാത്ത ലോൺ അവൈലബിൾ ആണ്. തിരിച്ചെടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഞാനിനി ഓരോരോ ചൂടും മാറ്റി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇപ്പൊ അടുത്ത മാസം ഒരു ചെറിയൊരു മാരേജ് ഒരു കാലമാണ്. So you are going to be serious in your life? I'm always serious, but sometimes I will comedy. I will do comic. Some ചെയ്യുന്നത് എന്റെ frustrations മാറ്റാൻ വേണ്ടി. Sometimes I will very, very violent. So haven't you getting frustration when people are calling bad words you or cursing you? Sometimes that is also I will frustrated this kinds of I will ഞാൻ റിവ്യൂല് വരണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോ പെട്ടുപോയത് കൊണ്ട് ഇനിയിപ്പോ ഇന്ന് മടക്കം പെട്ടെന്നുണ്ടാവില്ലേ. കാരണം ഇനിയിപ്പോ കുറച്ച് ഫിലിംസ് ചെയ്ത് ബിസി ആവുമ്പോ ചിലപ്പോ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. So what kind of you are just 23, right? Yes, I am 23-24. Yeah. Okay. So what kind of frustration you are facing? Is it money or Money job? not a problem, but മറ്റുള്ളവരുടെ പെരുമാറ്റവും കാര്യങ്ങളും അവരെന്ത് പറയും, അവരെന്ത് കേൾക്കും, പിന്നെന്താ എനിക്കെതിരെ പിന്നെയും വിവാദം വരും, അതൊക്കെ ഓർത്തിട്ടുള്ള വിഷയം. So you have been become famous at the age of 23. So have you ever felt that your family and the neighborhood has jealous towards you? അതൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം നെയ്മേഴ്സ് ആർ വെരി വെരി very, very nervousy and very, very talkative peoples. They are very undifficult really they will be seeing me. And sometimes after the first beginning of the Christopher Turamugam review, they were surprised and seeing reviews. After that, They were welcoming you at that time. Welcome, clapping that side neighbors. But this kind of so many videos are there coming. I will get in front of ഞാൻ കാറിൽ വരുന്നു, ഇറങ്ങുന്നു, ആൾക്കാർ കവർ ചെയ്യുന്നു, ഞാൻ സിനിമ നടന്മാരോട് എപ്പോഴും കാണുന്നു. അപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നടന്മാര് മനുഷ്യന്മാരാണ്. അല്ലാതെ അവർക്ക് ഒരു 50-100 സിനിമ 300 സിനിമ ചെയ്തൊരു പ്രശസ്തി ഉണ്ടെന്ന് പറഞ്ഞു അവരുടെ കൂടെ കണ്ടെന്നും പറഞ്ഞു ഈ ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കാണാൻ പോയി നോട്ടം അത് എനിക്കെപ്പോഴും വലിയ പിടിക്കുന്നില്ല. ചില സമയത്ത് ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. ചില സമയത്ത് മാകുട്ടി പൂക്കുട്ടിയൊക്കെ പ്രായമുള്ളവരെ ഞാൻ വിളിക്കാറുണ്ട്. കാരണം എനിക്ക് ഈ ഒരു എന്താ പറയാ ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒരുപ്പെട്ടത് വയലന്റുള്ള സ്വഭാവമുണ്ട്. കാരണം പ്രായത്തിന് ഞാൻ ബഹുമാനിക്കാറില്ല ചില സമയത്ത്. കാരണം നമ്മളെ മെക്കിട്ട് കയറി ഷൂസ് ഇട്ട് ചവിട്ടിയാൽ പോലും എന്താടാന്ന് വിളിക്കും.
മനസ്സിലായി? അത് നമ്മുടെ നമ്മുടെ മേത്ത് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ അത് ശരിയാ. ഇന്നലെ തന്നെ ഒരു മാരേജിന് പോയപ്പോ നമ്മളെ തല്ലാൻ വേണ്ടി വന്നു. അപ്പൊ തല്ലാൻ വേണ്ടി വന്നപ്പോ നമ്മളെ വിളിച്ച ആൾക്കാർ അവരെ കൈയേറ്റം ചെയ്തു. So you are a violent person? I am not a violent person. People always being a violent person. Sometimes. After the Abhilash will come with me, I will be sometime violent. Abhilash Rattan is a difficult person. He is a poor man and I am a rich type of lifestyle I will do. So how rich are you? Huh? How rich are you? I am not rich. My father is rich. Oh. I will tell me in So Malayalam. what's your total assets? എന്റെ പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് 3 വിറ്റ് കഴിഞ്ഞത് തന്നെ എനിക്ക് 1.5 കോടി രൂപയോളം ഏൺ ചെയ്യാം. And what? എനിക്ക് എന്താ പറയാ, അപ്പന്റെയൊക്കെ അമ്മയുടെയൊക്കെ ഒരു മാനസേഷന് മുന്നേ മനസ്സിലായോ, മുന്നേ എനിക്ക് അത്യാവശ്യം ഒരു 80 lakhs-ഓളം എനിക്ക് കിട്ടാം. എന്താ പറയാ, ഒരു വീട് ഭാഗം വെക്കൂല, അപ്പൊ കിട്ടുന്ന തുകയാണ്. കാരണം ഞാൻ ലോറൻസ് ജസിൽ പെരയുടെയും അനീറ്റയുടെയും മകനാണെങ്കിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ വാങ്ങിക്കില്ല. കേസ് ഐ വിൽ കോർട്ട് കേസ്, ഐ വിൽ ഗെറ്റ് മണി. You have a given case against them? Because I am living with their family in 23 years. It's They well. will definitely give you, Oh no. Because he and she were money to a poor Adrimandaram and old age home or ചെറിയ കിട്ട് താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ. that's a good. That's not good to me. Because of I will get the money for 23 years of lifestyle. I get the money for. You have I to will earn for yourself, no? No, You this have looked at- all the parents are giving money and pluses to children and when I have Indian citizen rights and all my certificates are certificates. 10th class plus 2 degree certificate sorry. അപ്പോ 10th class ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ എന്റെ അപ്പന്റെ അമ്മയുടെ പേരുണ്ട്. വേണമെങ്കിൽ അവരുടെ പേര് വിട്ടേണ്ടി വരും. മനസ്സിലായോ? ക്രോസ് ദ മാർക്ക് വിത്ത് ഫാദർ ആൻഡ് മദർ. That doesn't make what you. They have looked after you. They are my father and mother after some years. Not only this time, not give me, but after 5 years or 10 years, I will case file to. He will be leave, no problem. After she or she died, I will complain with my court bank and I will get the money. Why are you talking about your father and mother in such a way? Like, we have to protect them now. Why are you talking with them? കാരണം വെച്ചാൽ മലയാളത്തിൽ പറയാം, I will say in മലയാളം. കാരണം അച്ഛനമ്മയുടെ സ്നേഹമുണ്ട് എന്നും പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും ഒരു 30 വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ 40 വയസ്സിനുള്ളിൽ കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ഒരു മെച്ചുവറായി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിലർക്ക് 18ാമത്തെ വയസ്സ് തന്നെ മുദ്രപത്രത്തിൽ എഴുതി വെക്കും ഇത്ര സ്വത്തിനകത്ത്. മനസ്സിലായോ? സ്വത്തിന്റെ പേര് അതിർത്തിത്തൊക്കെ തർക്കം വരെ ഉണ്ട് ലോകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലുണ്ടാക്കണമെങ്കിൽ ഇപ്പൊ എന്റെ സിസ്റ്റർ ആൻമരി ഉണ്ട്, ഞാൻ ജോസ് പെരേര ഉണ്ട്. അപ്പൊ രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു സ്വത്തല്ലല്ലോ. ഇടക്കൂച്ചിൽ 9 സെന്റ്, തൈക്കാശ്ശേരിയിൽ 10 സെന്റ്, അങ്കിയിൽ 10 സെന്റ്, അങ്ങനെ എത്ര സെന്റ്? 29 സെന്റ് ഉണ്ട്. അതിൽ നമുക്കൊരു ഷെയർ ഇട്ടുണ്ട്. മനസ്സിലായോ? നമുക്ക് ഇവരെ കൂടെ നമ്മള് ഓരോ പ്രതിസന്ധിയിലും ഓരോരോ വിവാദങ്ങള് നമ്മള് ക്യാമറയ്ക്ക് മുന്നിലുള്ള വിവാദങ്ങൾക്ക് പുണ്യ വിവാദങ്ങളുണ്ട്, ആരോടും പറയാത്ത വിവാദങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ സാക്രിഫൈസ് ചെയ്ത് നിന്നു. കാരണം ഞാൻ മരിക്കുമെന്ന് പോലൊരു സിറ്റുവേഷനിൽ ഞാൻ വന്നിട്ടുണ്ട്. കാരണം ഞാൻ പണ്ട് LK സമയത്തെ ഈ സ്വിമ്മിംഗ് പൂളില് മുങ്ങിപ്പോയി. അപ്പൊ അമ്മ എന്നെ പൊക്കിയെടുക്കും. മനസ്സിലായോ? അപ്പൊ പൊക്കിയെടുത്തേക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അറിയാൻ പറയുക ഓരോ പ്രതിസന്ധിയിലൂടെ തരണം ചെയ്തു. കാരണം അമ്മയ്ക്ക് അപ്പൊ 2013 എന്തോ ഇഷ്യൂസ് ഒക്കെ ഉള്ള സമയത്ത് ഈക്കോ ക്ലാസ്സിലൊക്കെ അങ്ങോട്ട് ഇടിയുണ്ടായി. ഇടിയുള്ള സമയത്ത് ഞാൻ പേടിച്ചു. കാരണം ഈ ഇതുണ്ടല്ലോ, ടീപ്പോ തല്ലിപ്പൊടിക്കണം ജില്ലയൊക്കെ തലച്ചു പോയി ചാടി മാറി. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒരു തളം ചെയ്ത് ഇത്രയും വർഷം
ജീവിച്ചിരുന്നെങ്കിൽ ഇനിയുള്ള ലൈഫിൽ നമുക്ക് ഒരു കല്യാണം കഴിച്ചുള്ള ലൈഫ് സ്റ്റൈലിൽ ഇവരെന്തായാലും തരും. കാരണം തന്നേ പറ്റൂ. കാരണം നിയമമുണ്ട്. കാരണം നമ്മള് ഒരു വീട്ടില് അല്ലെങ്കിൽ ഒരാളുടെ കൂടെ താമസിച്ചെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു ഞാൻ പറഞ്ഞില്ല. മനസ്സിലായോ? അവർക്ക് അവിടെ താമസിക്കാം. നമുക്കുള്ള നമ്മളായിട്ടുള്ള വിഹിതം ഏതെങ്കിലും ഒരു സ്ഥലം വിറ്റോ അല്ലെങ്കിൽ സ്ഥലവേദിയോ നമുക്ക് തന്നാൽ മതി. മനസ്സിലായോ? കാരണം എന്നുള്ള നിയമമുണ്ട്. കാരണം അനിയത്തി പറയണ്ട എനിക്ക് ഇത്ര വേണം, എനിക്ക് പറയണ്ട ഇപ്പോഴും. മനസ്സിലായോ? അനിയത്തിക്ക് 20 ദിവസമുള്ള അപ്പൊ അനിയത്തിക്ക് അതിലെ ഇപ്പോഴും പോകുന്നതാണ്. നിനക്ക് കേസ് കൊടുക്കുന്നത് എനിക്ക് ആ സ്ഥലം വേണം, എനിക്ക് ഈ സ്ഥലം വേണം പോരാന്നൊക്കെ ചോദിക്കുന്നത്. കാരണം നമുക്ക് എല്ലാത്തിന്നും ഒരു 5 അല്ലെങ്കിൽ 3 സെന്റ് വീതം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിയാണ്. മൊത്തം വേണ്ടല്ലോ. കാരണം ഇത്രയും സെന്റ് തന്നെ പണയം വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 9 ലക്ഷം രൂപ ബാങ്കിലാവും. അത് മതിയല്ലോ. I will decide my dream to this types of things. So, like you have been, there is a lot of rumors that you are going to marry and all. So, is it bothered by the people around you or the neighborhood or the public? കല്യാണം കഴിക്കുന്നത് They are bothered me because of the my age and so I am living in a Karakuchi city. Their peoples are not married. Then 150 of peoples in 20 to 35 age limit പുരുഷന്മാർ ആണുങ്ങള് കല്യാണം കഴിച്ചിട്ടില്ല. ഒരാളായിട്ട് കെട്ടിയെന്ന് തോന്നും, പുരുഷന്മാരെ ഒന്നും തോന്നും. കാരണം എന്താ വെച്ചാൽ ആ ഇടക്കൂച്ചി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഫാമിലിയില് കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നുമില്ല. ഈ എന്താ പറയാ തലമുറകൾ ഇല്ലാണ്ടായി പോകില്ല. ശരിയല്ല, തലമുറ ഉണ്ടാവും. കല്യാണം കഴിച്ചാലല്ലോ കൊച്ചിരിച്ചപ്പോ ആ ഒരു തലമുറ നിലനിൽക്കും. അല്ലെങ്കിൽ അതോടെ ആ ഒരു ഇത് പോയില്ലേ, ആ ഒരു വീട്ടുപേര് പോയില്ലേ. വീട്ടുപേര് പോയെന്ന് പറഞ്ഞാൽ ഒരു ആൺകൊച്ചി അനുസരിച്ച് വീട്ടിൽ പോകും, അല്ലെങ്കിൽ വീട്ടിൽ കിട്ടും. അതല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നതും ഓരോരുത്തരുടെ ജീവിതവും സെറ്റിൽ ആവുന്നതും നല്ല കാര്യം. അതെല്ലാവർക്കും സെറ്റിൽ ആകുന്നത് നമുക്ക് വിഷയമല്ല. പക്ഷെ നമ്മുടെ ലൈഫിലേക്ക് ആൾക്കാർ അതിനെ ബോധം അറിയുമ്പോൾ നമ്മളെ കെട്ടുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതി എനിക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് കല്യാണം കഴിച്ച് നമ്മൾ ഇടക്കുറിച്ച് തന്നെ നിൽക്കുന്നില്ല. ഞാൻ ബാംഗ്ലൂരോ നോർത്ത് അമേരിക്കയിലോ ബഹ്റിനിലോ പോകാൻ പ്ലാൻ. അങ്ങനെ എനിക്ക് പാസ്പോർട്ട് വിസ ഞങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് കൺട്രീസിലാണെങ്കിൽ പോകാനായിട്ട് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് അപ്പൊ തന്നെ പോകും. മനസ്സിലായി? അപ്പൊ അവിടെ തന്നെ ഒരു ഡിസിഷൻ ഉണ്ട്. ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിൽക്കത്തില്ല. അവിടെ ഞാൻ പറഞ്ഞു എന്നോട് ജീവിക്കുന്ന പെൺകുട്ടിക്ക് പാമ്പ് കടിക്കൂല, പാമ്പ് കടിക്കൂല, പട്ടി കടിക്കൂല, പിന്നെന്താ മുഖത്ത് തേപ്പൊട്ടി കൊടുക്കൂല, പിന്നെ എന്താ മദ്യം കുപ്പി എടുത്ത് തലക്കടിച്ച് പൊട്ടിക്കൂല. ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പറ്റി പറയാൻ ഞാൻ ബോധേഡായത് ഇതിനെപ്പറ്റി കുറെ സ്റ്റഡി ചെയ്തു. ഒരു സിനിമ ചെയ്യുമ്പോഴാണെങ്കിൽ കുറെയൊക്കെ സ്റ്റഡി ചെയ്യുന്ന പോലെ തന്നെ ഒരു പെണ്ണ് കെട്ടുമ്പോ അല്ലെങ്കിൽ ഒരു ആണിനെ പെണ്ണ് കല്യാണം കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് ഒരു ആള് പ്രതീക്ഷിക്കുക. കാരണം ഇപ്പോഴത്തെ പല മാരേജുകളും നല്ല കൊട്ടിക്കുറിച്ച് നടത്തിക്കുകയും കുറച്ച് ദിവസം കഴിയുമ്പോൾ മയക്കണം. മനസ്സിലായോ? അപ്പൊ അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നോട് കല്യാണം കഴിക്കുമ്പോൾ മാന്യമായിട്ട് കല്യാണം കഴിച്ച് ജീവിച്ചു പോകും. കാരണം നമ്മള് ഡവറിയൊന്നും വലുതായിട്ടൊന്നും ചോദിക്കൊന്നുമില്ല. ഇഷ്ടമുള്ളതാണ് ആ ഒരു പെണ്ണിന് ഒരു സ്വർണ്ണം ഇടുമല്ലോ തോന്നത്ത്, അതാണ് ഡോറി കിട്ടുന്നത്. അല്ലാണ്ട് ഒരു പ്രൈസ് നമ്മൾ പറയാനില്ല. പക്ഷെ ഈ പറഞ്ഞ മോശമായിട്ടുള്ള രീതി ഇന്ന് ഉണ്ട്. അമ്മായിമ്മ പോര് ഉണ്ടാവില്ല. കാരണം ഞാൻ വേറെ താമസിക്കും കല്യാണം കഴിഞ്ഞാല്. കാരണം എന്റെ അമ്മേനെ എനിക്ക് അത്ര വിശ്വാസം പോരാ. അനിയപ്പേര് അതൊക്കെ എന്റെ ഫാമിലി അച്ഛനാണെങ്കിൽ എനിക്ക് എത്ര സംശയമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ വീട്ടിൽ ഞാൻ നിർത്തൂല. വിസിറ്റിംഗ് മാത്രമേ വരുള്ളൂ. കാരണം എനിക്കും ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി മെച്ചൂർഡ് ആയിട്ട് ഈ കല്യാണം കഴിഞ്ഞാൽ ഞാനുള്ള രീതികൾ സ്വഭാവങ്ങളും പിന്നെ അഭിലാഷാട്ടതിനെ അടുപ്പിക്കൂല സർക്കിളിലേക്ക്. അഭിലാഷാട്ടെ സന്തോഷത്തിനൊന്നും ആ സർക്കിളിൽ അടുപ്പിക്കൂല. പിന്നെ ആദർശായിട്ട് പിന്നെ കുഴപ്പമില്ല, അടുപ്പിക്കും. ഡീസന്റ് ആണെന്ന് എനിക്കറിയാം. ആദർശായിട്ട് കാശാട്ടെ പിന്നെ ഈ ലോകം ഉണ്ടായ ആൾക്കാർക്ക് ഈ പെമ്പിളായിട്ട് നടന്നാലും സംസാരിച്ചാലും വലിയ കുഴപ്പമില്ല. കാരണം പക്ഷെ സന്തോഷ് വർക്കിയും അഭിലാഷാട്ടയും ഒക്കെ ഈ ലോകം കണ്ടിട്ടുള്ളത്. നമ്മള് 23 വയസ്സിൽ അത്യാവശ്യം ലോകം കണ്ടിട്ടുണ്ട്. ഈ ലേഡീസ് എങ്ങനെയാണ് പെരുമാറുന്നത്. പിന്നെ സന്തോഷ് വർക്കിന്റെ ഒരു കാശ് പിടിക്കാൻ പറയാം, ഞാൻ അവസാനിപ്പിക്കും. കാരണം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി കല്യാണം കഴിക്കുന്ന റീസൺ എന്താണെന്ന് അറിയും.
റീസൺ എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞതേ സന്തോഷ് വർക്കുന്ന ആറെണ്ണം കെട്ടിക്കഴിഞ്ഞാൽ എന്തിനും പീഡ വിഷയം ഉണ്ടാവും. കെട്ടുന്ന പെണ്ണെ പുള്ളിക്കാരെ പീഡന പരാതി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അകത്ത് പോകും, അതൊരു പേടി. പിന്നെ പുള്ളിയുടെ സ്വത്ത് പോകുന്നൊരു പേടി. അതാണ് പുള്ളി കെട്ടാത്തതെന്ന് എന്നോട് പറഞ്ഞത്. അല്ലാണ്ട് പുള്ളിക്ക് പെണ്ണ് കിട്ടാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ 38 വയസ്സ് 30 ഇത്രയും PhD വീട്ടിലാണെങ്കിൽ കാറ് ക്യാഷ് ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട് പെണ്ണ് കിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അങ്ങനെ ഒരു സാധാരണക്കാരിയെ പെൺകുട്ടി നിർത്തുന്ന താല്പര്യം, പണക്കാരിയെ സിനിമയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ പറയേണ്ട. പക്ഷെ ഞാൻ എന്റെ കാഴ്ചപ്പാടില് സിനിമയിൽ തന്നെ കിട്ടണമെന്നില്ല. പക്ഷെ രാഷ്ട്രീയമായിട്ട് ഇപ്പൊ 4 മാസത്തിനുള്ളിൽ നമുക്കൊരു സിംഗറാണ്, ഓക്കെ പറയാൻ സിംഗറെ കിട്ടും, ആക്ടർ ആണെങ്കിൽ ആക്ടറിനെ കിട്ടും. പക്ഷെ നമുക്കൊരു നോർമൽ എന്താ പറയാ പബ്ലിക് ആയിട്ടുള്ള യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബറിനെ കിട്ടും, അല്ലെങ്കിൽ നോർമൽ സാധാരണ ജോലിയുള്ള പെൺകുട്ടികളാണെങ്കിൽ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ പ്രപ്പോസ് ചെയ്യണമെങ്കിൽ അങ്ങനെ രീതിയിലൊക്കെ മുന്നോട്ട് പോകും. നമ്മൾ ആരാണെങ്കിലും ഓക്കെ പറയും. നമ്മൾ ഒരുപാട് പ്രപ്പോസ് വരുന്നുണ്ട്, സിനിമയിൽ നിന്ന് ഓഫർ വരുന്നുണ്ട് എല്ലാം കഴിക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ലൈഫിൽ എന്തായാലും നമ്മള് കുറച്ചുകൂടിയൊക്കെ ലൈഫിൽ ഒരിക്കലും കോമിക്ക് ഉണ്ടാവില്ല. ലൈഫിൽ ഒരിക്കലും കോമിക്ക് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ സിറ്റുവേഷൻസിൽ എന്തെങ്കിലും തമാശ വന്നു പോകും ജീവിതത്തിൽ. പക്ഷെ ലൈഫ് ഫുള്ള് ശരിയായിരിക്കൂല. ചട്ടികരമായിട്ടുള്ള തട്ടിമുട്ടിക്കുന്ന പോലെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്നില്ല, ചൂടാകുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മള് ഈ പരിക്കേൽപ്പിക്കാനോ പിച്ചാനോ മാതാനൊന്നും പോകാറില്ല. എനിക്ക് ഇഷ്ടമല്ല ഈ ദേഷ്യപ്പെടുമ്പോൾ ഭാര്യ പിടിച്ചിടിക്കുക, വൃത്തി പിടിക്കുക, മുടിയെ പിടിച്ച് വലിക്കുക, അങ്ങനത്തെ ഒരു പ്രൊടിയും നമ്മളെ ജീവിതത്തിൽ വരില്ല എന്ന് തന്നെ ഉറപ്പായിട്ട് ഈ മീഡിയ ചാനൽ പറയുകയാണ്, മാക്സിക് മീഡിയയിൽ. കാരണം ഒരുപാട് കേസ് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്നും വരില്ലെന്ന് പറയാം. കാരണം സപ്പോസ് അഥവാ എല്ലാം കഴിച്ച് അങ്ങനെ വന്നാൽ നിങ്ങൾ പരാതിപ്പെടും. കാരണം ഇത്രയും ലൈവില് പറയുന്ന ഒരാള് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാര് തിരിച്ചു ചോദിക്കൂല. അതുകൊണ്ട് നമ്മളോട് ജീവിക്കുമ്പോൾ പേടിയില്ലാണ്ടും ഭയഭക്തിയോടും, പിന്നെ എന്താ പറയാ നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ടാകും, എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകും, അതിൽ സംശയം ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു ദാമ്പത്യ വീതം എന്നിട്ടുണ്ടാകും. അത് അതിന് താല്പര്യമുള്ളവർ നമ്മളെ ഇൻസ്റ്റാഗ്രാം വഴി കൊണ്ടാക്കി നമ്മള് കല്യാണം കഴിക്കും. അതാണ് നമ്മുടെ ഒരു പ്ലാൻ. So just like let's end the interview with you being imitating our English dialogue, a punch dialogue. English dialogue. Never ever see you again. So can you tell another punch dialogue? Grass and ginger. ഒരു ചുറ്റുന്നില്ല അല്ല പറയില്ല. കണ്ടിട്ടെടുത്തോ അത് പൊക്കിരാജ Alingo Soluba save the Matunda Soluba. Give the Mother Chukunagla, Coconagla. Grass and the ginger. Henbe Nanbi Gotilla and my Magane. English dialogue. കേരളത്തില് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല. അലി ജോസ് പെരനെ പറ്റി ഒന്നും അറിയില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നെ പറ്റി അറിയണമെങ്കിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, ഒരു മനസ്സിനോടാ, അല്ലെങ്കിൽ മണ്ടം വേടാ.